യേശുവിൻ്റെ തിരുഹൃദയത്തോട് പ്രത്യേകമായ അഭിനിവേശവും വിട്ടുപിരിയാനാവാത്ത ബന്ധവും പുലർത്തിയിരുന്ന ജർമ്മൻ മിസ്റ്റിക്കും ബെനഡിക്റ്റൻ സന്യാസിനിയുമായിരുന്നു വിശുദ്ധ ജെർത്രൂദ്. യേശുവിൻ്റെ പാർശ്വത്തിലെ മുറിവിൽ ചേർന്നിരിക്കുവാനും അവിടുത്തെ ഹൃദയമിടിപ്പിന്റെ സ്പന്ദനം കേൾക്കുവാനും അനുഗ്രഹം സിദ്ധിച്ച ജെർത്രൂദ് മനുഷ്യാത്മാക്കളോടുള്ള അവാച്യമായ യേശുവിൻ്റെ സ്നേഹത്തിന്റെ തീവ്രത അനുഭവിച്ചറിയുകയും ചെയ്തു. ആ ഹൃദയത്തിലെ തിരുമുറിവിൽ നിന്ന് അവളുടെ ഹൃദയത്തിലേക്ക് മൂർച്ചയേറിയ അമ്പുപോലെ ഒരു പ്രകാശരശ്മി പുറപ്പെട്ട് അവളുടെ ഹൃദയത്തെ തുളയ്ക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. മനുഷ്യ പാപങ്ങളെ പ്രതി വീണ്ടും വീണ്ടും മുറിവേറ്റുകൊണ്ടിരുന്ന യേശുവിൻ്റെ ഹൃദയവേദന തിരിച്ചറിഞ്ഞ അവൾ തിരുഹൃദയത്തെ സമാശ്വസിപ്പിക്കുന്ന ഒരു ബലിയാത്മാവായി സ്വയം സമർപ്പിച്ചു. ദൈവകരുണയുടെ അപ്പസ്തോലയായി വണങ്ങപ്പെടുന്ന വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് മുന്നിൽ തന്റെ ഹൃദയം ചൂണ്ടിക്കാട്ടി യേശു പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവുമായി പ്രകാശരശ്മികൾ പുറപ്പെട്ടു. യേശു പറഞ്ഞു, മകളെ, കരുണാർദ്രമായ എന്റെ ഹൃദയം കാണുക. കരുണയുടെ ജ്വാലകൾ എന്നെ ചുട്ടുപൊള്ളിക്കുന്നു. ആത്മാക്കളിലേക്ക് അത് ചൊരിയുവാൻ ഞാൻ അഭിലഷിക്കുന്നു. തിരുഹൃദയത്തിൽ എരിയുന്ന പരിശുദ്ധ സ്നേഹത്തിന്റെ ജ്വാലയുടെ തീക്ഷ്ണത തിരിച്ചറിഞ്ഞ ഫൗസ്റ്റീന തന്റെ ഹൃദയം യേശുവിൽ ലയിച്ചു ചേർത്ത് ആത്മാക്കളെ ആ നിത്യ ആനന്ദത്തിലേക്ക് നയിക്കുവാൻ തീവ്രമായി അഭിലഷിച്ചു. കരുണയുടെ കവാടത്തിലൂടെ തന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ വിസമ്മതിക്കുന്നവർ നീതിയുടെ വാതിലിൽ കൂടി കടന്നു പോകേണ്ടി വരുമെന്നും യേശു വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി. അവിടുത്തെ നീതിയുടെ ഭയാനക ദിനം ആഗമിക്കും മുമ്പേ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും പ്രവഹിക്കുന്ന കരുണയുടെ കിരണങ്ങൾ സ്വന്തമാക്കി അവിടുത്തെ തിരുഹൃദയത്തിൽ അഭയം തേടണമെന്ന ഗൗരവമേറിയ സന്ദേശം ലോകം മുഴുവനെയും അറിയിക്കുവാനായി വിശുദ്ധ ഫൗസ്റ്റീനയും തുടർന്നുള്ള തന്റെ ജീവിതം ക്രിസ്തുവിന് ഒരു ബലിയായി സമർപ്പിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ഹൃദയത്തെ അടുത്തറിഞ്ഞവളും ആ ഹൃദയവുമായി സ്വന്തം ഹൃദയം കൈമാറി യേശുവിൻ്റെ ഹൃദയത്തിന് വലിയ ആശ്വാസം പകർന്ന മറ്റൊരു ബലിയാത്മാവായിരുന്നു വിശുദ്ധ വെറോനിക്ക ജൂലിയാനി. കുഞ്ഞിലെ തന്നെ മിസ്റ്റിക് അനുഭവങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട അവൾക്ക് ഉണ്ണീശോയുടെയും ദൈവമാതാവിൻ്റെയും സന്ദർശനങ്ങൾ ലഭിക്കുമായിരുന്നു. യേശുവിൻ്റെ തിരുമുറിവുകളുടെയും പീഡാസഹനങ്ങളുടെയും ദർശനങ്ങൾ ലഭിച്ചതോടെ കുഞ്ഞു വെറോനിക്ക തൻ്റെ എല്ലാ വേദനകളും കൊച്ചു സങ്കടങ്ങളും ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് സമർപ്പിച്ചു. മകളെ തികഞ്ഞ ദൈവഭക്തിയിൽ വളർത്തിയ അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പായി അവളെ യേശുവിൻ്റെ ഹൃദയത്തിലെ മുറിവിലേക്ക് സമർപ്പിച്ചതിനാൽ വെറോനിക്ക തിരുഹൃദയത്തോട് ഏറെ ഭക്തിയുള്ളവളായിരുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടിയായി സ്വയം സമർപ്പിക്കുകയും അവിടുത്തെ ഹൃദയത്തിന്റെ വേദന പങ്കിടുന്നതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത അവൾ അവിടുത്തെ തിരുഹൃദയത്തിന് മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ജീവിതം ബലിയായി സമർപ്പിച്ചു. അർദ്ധരാത്രിയിൽ മഞ്ഞിലൂടെ മുട്ടിന്മേൽ എഴഞ്ഞ് കുരിശിന്റെ വഴി ചൊല്ലിയും കഠിനമായ ഉപവാസത്താലും തിരുഹൃദയത്തെ സമാശ്വസിപ്പിച്ച അവളുടെ ഹൃദയത്തിൽ കുന്തത്താൽ ഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ ഉണ്ടായ യേശുവിൻ്റെ വേദനയുടെ അനുഭവം 500 പ്രാവശ്യം അനുഭവിക്കുവാൻ ഇടയായി. 5 പ്രാവശ്യം അവിടുത്തെ ഹൃദയത്തിലെ മുറിവിൽ നിന്ന് പുറപ്പെട്ട ജീവന്റെ ഉറവയിൽ നിന്ന് അവൾ പാനം ചെയ്തു. 15 പ്രാവശ്യം അവളുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയ രക്തത്താൽ കഴുകപ്പെട്ടു. അവളുടെ അഭൗമികമായ അനുഗ്രഹങ്ങളെയും മിസ്റ്റിക് അനുഭവങ്ങളെയും മറികടക്കുന്ന കൃപ ലഭിച്ച വേറൊരാൾ ദൈവമാതാവ് മാത്രമാണെന്നാണ് ലെയോ 13 പാപ്പ പറയുന്നത്.
ഒടുവിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടും കുന്തത്താൽ കുത്തപ്പെട്ടും യേശുവിന്റെ തിരുമുറിവുകൾ അവളുടെ കൈകളിലും കാലുകളിലും ഹൃദയത്തിലും പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മിസ്റ്റിക് അനുഭവങ്ങളെ പ്രതി അവളെ മുറിയിൽ പൂട്ടിയിട്ടെങ്കിലും പിന്നീട് അവ ദൈവികമാണെന്ന് തെളിയിക്കപ്പെട്ടു. തിരുഹൃദയത്തെ പ്രതിയുള്ള വെളിപാടുകൾ പരിശുദ്ധ അമ്മ പറഞ്ഞുകൊടുത്ത പ്രകാരം തന്റെ ഡയറിയിൽ അവൾ എഴുതുകയും ആ ഹൃദയത്തിലേക്ക് ലോകം മുഴുവൻ ആകർഷിക്കപ്പെടാനായി തിരുഹൃദയ പ്രേക്ഷിതയായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. നരകത്തെപ്പറ്റിയും അതിൽ പതിക്കുന്ന ആത്മാക്കളെപ്പറ്റിയും അവരെ പ്രതി കർത്താവിന്റെ ഹൃദയം അനുഭവിക്കുന്ന കൊടും വേദനയെപ്പറ്റിയുമുള്ള ദർശനങ്ങൾ വെറോനിക്കയെ ഹൃദയഭേദകമായ ദുഃഖത്തിൽ ആഴ്ത്തുകയും അവൾ ജീവിതം മുഴുവൻ പ്രാർത്ഥനയാക്കി മാറ്റുകയും ചെയ്തു. ഹൃദയങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള കൈമാറ്റം വെറോനിക്കയും അവളുടെ നാഥനായ യേശുവും തമ്മിൽ ഇടയ്ക്ക് സംഭവിച്ചിരുന്നു. ഇപ്രകാരം യേശുവിന്റെ ഹൃദയം അവളുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ അവളുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം കേട്ട് ഭയന്ന സഹോദരിമാർ അവളുടെ ശരീര താപനില തണുപ്പിക്കുവാനായി വെള്ളത്തിൽ മുക്കിയതായും ആ വെള്ളം തിളച്ചതായും ചരിത്രം പറയുന്നു. മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിക്കുന്ന യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ആ പ്രേക്ഷിത മരണത്തോളം ആ ഹൃദയത്തിന് ആശ്വാസം പകരുന്ന ജലധാരയായി തന്റെ ജീവിതം രൂപാന്തരപ്പെടുത്തി. മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അവൾ പറഞ്ഞു, സ്നേഹം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് എൻ്റെ സഹനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കാരണം. എല്ലാവരോടും ഇത് പറയുക. മരണശേഷം ഏറെ മിസ്റ്റിക് അനുഭവങ്ങളിലൂടെ കടന്നുപോയ അവളുടെ ഹൃദയം പരിശോധിച്ചപ്പോൾ വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസം കണ്ടെത്തുകയുണ്ടായി. ക്രിസ്തുവിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും തന്റെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചതുമായ ആയുധങ്ങളുടെ ചിത്രം അവൾ വരച്ച രേഖകളിൽ ഉള്ളതുപോലെ തന്നെ അവളുടെ ഹൃദയം പരിശോധിച്ചപ്പോൾ അതിൽ പതിഞ്ഞിട്ടുള്ളതായി വിദഗ്ധ സംഘം വിശദീകരണമില്ലാത്ത പ്രതിഭാസമായി വിവരിച്ചു. ഇത്രയേറെ മിസ്റ്റിക് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയുടെ തിരുഹൃദയ അനുഭവങ്ങൾക്ക് എന്തേ പ്രചാരം ലഭിച്ചില്ല എന്ന ചോദ്യത്തിന് ഉത്തരം സുവിശേഷകനായ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ ജർത്രൂദിന് നൽകിയ വെളിപാടിൽ വ്യക്തമാണ്. യേശുവിന്റെ തിരുഹൃദയ വെളിപാടുകൾ അവസാന കാലങ്ങളിൽ ദൈവസ്നേഹ തീക്ഷ്ണതയിൽ മരവിച്ച മന്നോഷ്ണരായ തലമുറയിൽ പുതിയ ഉണർവുണ്ടാക്കുമെന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ വാക്കുകൾ പോലെ ഈ അന്ത്യകാല തലമുറയിൽ തിരുഹൃദയ ഭക്തിയുടെ ജ്വാലകൾ ജ്വലിപ്പിക്കുന്ന ശുശ്രൂഷകൾ ഊർജിതമായി കൊണ്ടിരിക്കുകയാണ്. തിരുഹൃദയത്തിന്റെ അപ്പസ്തോല എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിലൂടെയാണ് തിരുഹൃദയ ഭക്തി സഭയിൽ പ്രചരിക്കാൻ ഇടയായത്. 1673 ഡിസംബർ 27 ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്ന തന്റെ പ്രിയ ദാസിക്ക് മുന്നിൽ തിരുഹൃദയത്തിന്റെ വർണ്ണനാതീതമായ സ്നേഹാധിക്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദിവ്യനാഥൻ തന്റെ ഹൃദയ രഹസ്യങ്ങൾ അവൾക്ക് തുറന്നുകാട്ടി. വിനാശത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷയുടെയും വിശുദ്ധീകരണത്തിന്റെയും സ്രോതസ്സായ തന്റെ തിരുഹൃദയത്തിലേക്ക് ആത്മാക്കളെ നയിക്കുവാനായി അവളെ നിയോഗിച്ചുകൊണ്ട് അവളുടെ ഹൃദയം ആവശ്യപ്പെട്ട യേശു അവളുടെ ഹൃദയമെടുത്ത് തന്റെ ആരാധ്യമായ ഹൃദയത്തിൽ വെക്കുകയും തിരുഹൃദയാഗ്നിയുടെ ജ്വാലയാൽ ജ്വലിച്ച അവളുടെ ഹൃദയം തിരികെ അതിന്റെ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു. തിരുഹൃദയ ദർശനങ്ങൾ ആവർത്തിക്കുകയും കത്തിയെരിയുന്ന അവിടുത്തെ തിരുഹൃദയം മുൾക്കിരീടത്താൽ വലയം ചെയ്യപ്പെട്ട് കുത്തി മുറിവേറ്റ രീതിയിൽ അവൾക്ക് മുന്നിൽ കാണപ്പെടുകയും ചെയ്തു. തിരുഹൃദയത്തിലേക്ക് നാട്ടപ്പെട്ട ഒരു കുരിശും അവൾ ദർശിച്ചു. തിരുഹൃദയ വണക്കത്തിന്റെ ഭാഗമായി ആദ്യ വെള്ളിയാഴ്ചകളിലെ വിശുദ്ധ കുർബാന സ്വീകരണവും എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 1 മണിക്കൂർ
യേശു ഗെത്സമൻ തോട്ടത്തിൽ അനുഭവിച്ച കഠിനമായ പീഡകളെ ധ്യാനിച്ച് വിശുദ്ധ മണിക്കൂർ ആചരണവും യേശു ആവശ്യപ്പെട്ടു. തന്റെ ഹൃദയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതാ മനുഷ്യരെ അത്രമേൽ സ്നേഹിച്ച എന്റെ ഹൃദയം. എന്നാൽ അതിന് പകരമായി അവരിലേറെയും എനിക്ക് തന്നത് അവഗണനയും നന്ദികേടുമാണ്. മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി ദിവ്യകാരുണ്യ തിരുനാളിന് ശേഷമുള്ള വെള്ളിയാഴ്ച എന്റെ തിരുഹൃദയ തിരുനാളായി ആചരിക്കുക. തിരുഹൃദയ ഭക്തിയിൽ വിശ്വസ്തത പാലിക്കുന്നവർക്ക് അവരുടെ ജീവിതാവസ്ഥയ്ക്ക് ആവശ്യമായ എല്ലാ വരപ്രസാദങ്ങളും താൻ നൽകുമെന്നും അവരുടെ ഭവനങ്ങളിൽ താൻ സമാധാനം സ്ഥാപിക്കുമെന്നും അവരുടെ ദുഃഖങ്ങളിൽ താൻ അവരെ ആശ്വസിപ്പിക്കുമെന്നും യേശു വാഗ്ദാനം ചെയ്തു. യേശു വീണ്ടും പറഞ്ഞു, മരണസമയത്ത് ഞാൻ അവർക്ക് അഭയമായിരിക്കും. അവരുടെ എല്ലാ ഉദ്യമങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. പാപികൾ എന്റെ ഹൃദയത്തിൽ അനന്തമായ കൃപാസമുദ്രം കണ്ടെത്തും. എന്റെ തിരുഹൃദയ ചിത്രം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഒരിക്കലും മായാത്ത വിധം എന്റെ ഹൃദയത്തിൽ ഞാൻ മുദ്രണം ചെയ്യും. ആദ്യ വെള്ളിയാഴ്ച ആചരണങ്ങൾ പാലിക്കുന്നവരുടെ മരണനേരത്തിൽ എന്റെ ദിവ്യഹൃദയം അവർക്ക് സുരക്ഷിതമായ അഭയമായിരിക്കും. തിരുഹൃദയ ഭക്തിക്കുള്ള പൊതുമാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ ഫ്രാൻസിലെ രാജാവായിരുന്ന ലൂയിസ് 14 ശത്രുക്കളുടെ മേൽ ജയം നേടുന്നതിനായി രാജ്യത്തെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണമെന്ന ദൈവിക സന്ദേശവും വിശുദ്ധ മാർഗരറ്റിന് നൽകപ്പെടുകയുണ്ടായി. എന്നാൽ രാജാവ് അവ അവഗണിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ഫ്രഞ്ച് വിപ്ലവ നാളുകളിൽ ഫ്രാൻസിന് അധികാരം നഷ്ടപ്പെടുകയും ചെയ്തു. തിരുഹൃദയ സന്ദേശങ്ങൾ അവഗണിക്കുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഫ്രാൻസിന്റെ ഈ പരാജയം.